ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമേ തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ പാല് കാച്ചാനോടടുത്ത് വെച്ച് ചായ ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പം രാവിലത്തെ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ 2 ദിവസത്തെ മീറ്റിംഗ് ആയതുകൊണ്ട് അരിയൊന്നും വെള്ളത്തിലിടാൻ മറന്നുപോയി. എന്നാൽ വന്നിട്ട് ഇടാം, അല്ലെങ്കിൽ രാവിലെ അരച്ചിട്ട് പോകാൻ നോക്കണം. രാവിലത്തെ ഈ ഗിടുപിടു കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ കൈസമ്മോന് സ്കൂളിൽ പോകണമായിരുന്നു. അപ്പോൾ അവന് ഞാനവിടെ ചീസ് വെച്ചിട്ട് ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് കൊടുത്തു വിടുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് എന്നിച്ച് മാഗി ഇരിപ്പുണ്ടായിരുന്നു, എന്നാൽ മാഗി ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ ആദ്യം സ്റ്റീലിൻ്റെ ആ തവി എടുത്തിട്ട് പിന്നെന്താണെന്നോ ഈ തവി ആക്കിയത്. അവിടെ പൂളൊക്കെ കിടന്ന് ഉറങ്ങുമല്ലേ. അപ്പോൾ ആ സ്റ്റീൽ തവി ആകുമ്പം ഈ ഉരുളിക്കകത്തിടുമ്പം ഭയങ്കര സൗണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ തവിയാക്കി. ഇതാകുമ്പം ഇളക്കുമ്പം അറിയത്തില്ല, സൗണ്ട് വരത്തില്ല വെളിയിൽ. മാഗി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കാൻ നേരം പൂളിനോട് ചോദിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണ്ട ഞാൻ പറയടാ മാഗി ഇടാം. മമ്മി ഇന്നെന്താ മാഗി ഉണ്ടാക്കിയേ? ഇവിടെ സാധാരണ സാറ്റർഡേ ആണ് മാഗി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പറയടാ ഒന്നും ഇരിപ്പില്ലായിരുന്നു. നിങ്ങൾ ഞാൻ ഇപ്പോൾ ഇതും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുവാണെങ്കിൽ അത് വേണ്ട, അവലും കൊണ്ട് പുക ഉണ്ടാക്കി അത് വേണ്ട. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഇതങ്ങ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പോൾമോൻ എക്സാമുമായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി പച്ചക്കറിയൊക്കെ അരിഞ്ഞ്, പച്ചക്കറി ഞാൻ ഇന്നലെ തീരുമാനിച്ച ഇന്ന് രാവിലെ മാഗി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിതൊക്കെ ഒരു ഇച്ചിരി അരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പം അതിലേക്ക് ഞാൻ എല്ലാ പൊടികളും ഇച്ചിരിച്ച് ഇടുന്നുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, സ്വല്പം ഗരം മസാല, അതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് പിന്നെ നമ്മുടെ മാഗിക്കകത്തെ പൊടി ഇടുവേ. ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്നും ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ ഈ ഇൻഡാലിയത്തിൻ്റെ അകത്ത് വെച്ചത് കൊണ്ടേ, സാധാരണ ഞാൻ ചീനച്ചട്ടിക്കകത്തായിരുന്നു ഉണ്ടാക്കുന്നത്. ഒരിച്ചിരി ഒന്ന് വെന്തുപോയി. എനിക്കങ്ങനെ വേവുന്ന ഇഷ്ടമല്ല. കാരണം ഇതിൻ്റെ അകത്തൂടെ ഇരുന്ന് അങ്ങ് ചൂടായി. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പ്രൈസമ്മോന് വെച്ച് കഴിച്ചിട്ടാണ് പോയത്. അവന് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരു ഇച്ചിരി നേരം കൂടി അത് ഇരുന്നപ്പോഴത്തേക്കിന് അത് ഇതായിപ്പോയി. അപ്പോൾ ഞാൻ പൊടികൾ ഇട്ടിട്ട്, പോൾമോൻ ഉണ്ടാക്കുവാണെങ്കിൽ അവൻ കറക്റ്റ് കപ്പെടുത്ത അളവ് വെള്ളം, നമ്മുടെ ഒരു ഊഹക്കണക്കിനാണ് ഞാൻ പൊടി ചേർക്കുന്നത്, അല്ല വെള്ളം ഒഴിക്കുന്നത്. ഇവനെല്ലാം കപ്പിലാണ് എടുത്ത് നോക്കുന്നത്. ഇനി ഞാൻ തീ ഓഫാക്കിയിടുക. ഒത്തിരി അങ്ങ് കുഴഞ്ഞില്ല, പക്ഷേ ഇവർക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും കുഴയാതെ ഇച്ചിരി ഇത് കട്ടിയായിട്ട്, മീൻസ് എന്താ പറയുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്തുവാന്നുള്ളത്. അധികം കുഴയാതെ എടുക്കുന്നതാണ് എനിക്ക് ആ ഒരു വേടങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. മനസ്സിലായല്ലേ? അപ്പം മാഗിയൊക്കെ ഇവിടെ റെഡിയായി. അവർക്കൊക്കെ ചായ കൊടുത്തായിരുന്നു. ഞാനിതൊന്ന് ഒതുങ്ങിയിട്ട് കുടിക്കാമെന്നും പറഞ്ഞ് ഇനിയിപ്പം ഞാനും കൂടെ ചായ എടുക്കട്ടെ. അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയായിരുന്നു. അപ്പോൾ ഇന്നലെ കഴുകി വെച്ചിരുന്നതൊക്കെ ഉണങ്ങി, അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഇപ്പോഴത്തെ പാത്രങ്ങളെല്ലാം ഞാനൊന്ന് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന സാമ്പാർ മിക്സ് ഭാജി ഉണ്ടല്ലേ, അതൊന്ന് സാമ്പാർ ഉണ്ടാക്കാം. പക്ഷേ റേച്ച ഈ കൊണ്ടുവരുന്ന സാമ്പാറിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള വലിയ സാധനങ്ങളൊന്നും അതിൽ കാണത്തില്ല. ക്യാപ്സിക്കം, കോളിഫ്ലവർ അതൊക്കെയായിരുന്നു. അപ്പം ഞാൻ പിന്നെ സെപ്പറേറ്റ് കൊണ്ടുവരുമല്ലേ, വെണ്ടയ്ക്ക, പിന്നെ ബീൻസ്, അതൊക്കെ സെപ്പറേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നതിൽ നിന്ന് കൂടെ കുറച്ച് ഇട്ട് ഒരു സാമ്പാർ വെക്കാമെന്ന് വെച്ച്. അന്ന് ഞാൻ ടൊമാറ്റോയും കറി വെച്ചില്ലേ, അതിൻ്റെ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പം മീനൂടില്ലാത്തതുകൊണ്ട് ഇച്ചിരിയേലും ഒരു ചുമന്ന കളറ് ഇരിക്കട്ടെ എന്നും പറഞ്ഞാൽ ഞാൻ ഇന്നങ്ങ് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വെച്ചേ. ഇവർക്ക് കുഴപ്പമില്ല, ടൊമാറ്റോ കറിയും എല്ലാം കൂടെ. സത്യം പറഞ്ഞാൽ ഒരു ഇച്ചിരി മീൻ ഇല്ലാത്തത് കൊണ്ട് ഒരു വല്ലാത്ത ആഹാരം കഴിക്കാൻ നേരം. പിന്നെ ഞാൻ എന്തോ ചെയ്യുമെന്നോ ഇല്ല, നമ്മുടെ കിസ്മത്ത് പരിപാടി ചെയ്യും. മുളക് പൊടിയും ഉള്ളിയും അരിഞ്ഞിട്ട് ഇച്ചിരി വിനാഗിരി ചേർക്കും, അല്ലെങ്കിൽ പുളി ഞെവിടും, വെളിച്ചെണ്ണയൊക്കെ ചേർത്ത്. അതാവുമ്പം ഒരിത്തിരി ടേസ്റ്റ് കിട്ടും വായിക്കും. ഞാനിന്ന് പച്ചക്കറിയൊക്കെ അരിയാൻ പോയ സമയം കൊണ്ട് പരിപ്പങ്ങ്
വേവിക്കാൻ വെച്ചായിരുന്നു. അപ്പോൾ പരിപ്പൊക്കെ ഒന്ന് തിളച്ച്, അപ്പോൾ ഞാൻ ആദ്യം ഈ പൊടികളെല്ലാം കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് പിന്നെ അരിഞ്ഞ കഷ്ണങ്ങൾ ചേർക്കാമെന്ന് വെച്ചു. എൻ്റെ അമ്മ നാട്ടിൽ ഞാൻ പോണ പച്ചക്കറികൾ ഇത്രയും ചെറുതായിട്ട് അരിയത്തില്ല. അമ്മ ഇച്ചിരി വലിയ പീസായിട്ട് അരിയുന്നത്. ഞാനിവിടെ മത്തങ്ങ ഇച്ചിരി വലുതാണ്, ബാക്കിയുള്ള പീസുകളെല്ലാം ക്യാരറ്റും ഇതെല്ലാം ഞാൻ കുഞ്ഞതായിട്ടാണ് അരിഞ്ഞത്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് പുളിവെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഇനിയൊന്ന് അടപ്പത്തോട്ട് വെക്കാം. പിന്നെ അമരപ്പയറാണെങ്കിലും എല്ലാം ഞാൻ ഒരു കുഞ്ഞതായിട്ട് അതങ്ങ് വേവാൻ വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്തത്. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സാമ്പാർ വെക്കുന്ന ഉടനെ ആദ്യം, എനിക്ക് അത്ര ഓർമ്മയില്ല എന്തൊക്കെ ആദ്യം ഇടണമെന്ന്, പരിപ്പ്, ചേന, കൊച്ചുള്ളി ഇങ്ങനെയൊക്കെയുള്ളത്. അതോ കൊച്ചുള്ളി ഇല്ലയോ, ചേന ആദ്യം വേവ് കൂടുതലുള്ളതാണ് ആദ്യം ഇട്ട് വേവിക്കുന്നത്. അതും കുക്കറിലല്ലല്ലോ, നമ്മുടെ ഈ കാലം അങ്ങനെയുള്ളതിൻ്റെ അകത്തല്ലി ഉണ്ടാക്കി ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ വിറകടുപ്പിൽ കിടന്ന് വെന്ത് ഇങ്ങനെ ഓരോ പിന്നെ അത് വേവ് കുറഞ്ഞതനുസരിച്ച് അങ്ങനെയൊക്കെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാം കൂടെ അടിച്ച് കുക്കറിൽ 2 വിസിൽ സാമ്പാർ റെഡി. അപ്പം ഞാൻ ഈ സാമ്പാറിന് 2-3 വിസിലൊക്കെ അടിച്ചെടുത്തായിരുന്നേ. അതിന് ശേഷം ഇനി കടുകൂടെ വറുത്ത് ചേർക്കാമേ. ഇവിടെ പഠിപ്പിച്ച് ഉടനെ സാമ്പാർ വെച്ച്, അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് സാമ്പാർ വെക്കുന്നത്. അപ്പം മീനില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സാമ്പാറിന് മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു റെസിപ്പി അയച്ചു തന്നായിരുന്നു. മത്തിയും കൊണ്ടുള്ള റെസിപ്പിയാണ്, അതൊന്ന് ചെയ്യുമെന്നും പറഞ്ഞു. പക്ഷേ മത്തി ഇപ്പം കിട്ടാറില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ മത്തി കിട്ടുമ്പം ചെയ്യാമെന്ന്. ഞാൻ ഇവിടുന്ന് ബോംബെയിൽ നിന്നൊക്കെ ജോലി ചെയ്തിട്ട് അങ്ങ് നാട്ടിൽ പോയില്ല. അപ്പം നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ജോലി കയറിയായിരുന്നു. അപ്പം നാട്ടിലെന്നൊക്കെ പറയുന്നത് ഈ ഫാർമസിയിലൊരു ഇൻചാർജ് ഉണ്ടായിരുന്നു. അപ്പം നാട്ടിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിസിൻ തരുമ്പോൾ കവറിൽ 1-0-1-1-1-1 ഇങ്ങനെയൊക്കെ എഴുതത്തില്ലേ, രാവിലെയും വൈകിട്ടും 3 നേരം അങ്ങനെയൊക്കെ. അപ്പോൾ ഈ കവറിൻ്റെ അകത്ത് ഇങ്ങനെ, അപ്പം എപ്പോഴും ഈ ഫാർമസിയിലുള്ള ഇൻചാർജിന് സമയം കാണത്തില്ലല്ലോ മൊത്തം എഴുതാൻ. കാരണം OP രാവിലെ തൊട്ട് ഇങ്ങനെ വൈകുന്നേരം കാണും. അപ്പം ഈ ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾക്ക് ഇച്ചിരി വെറുതെ ഞങ്ങൾ ഇരിക്കുകയാണെങ്കിൽ പുള്ളിക്കാർ പറയും, എനിക്കിങ്ങനെ നിങ്ങൾ കാർഡ് എഴുതി മീൻസ് ഈ കവറിൽ ഇങ്ങനെ ഇത് എഴുതി കൊടുക്കുവാണെങ്കിൽ ഡബ്ബ തരുമായിരുന്നു. ഡബ്ബയെന്ന് വെച്ചാൽ ഈ പാരാസിറ്റമോൾ അങ്ങനെയൊക്കെയുള്ള മെഡിസിനൊക്കെ ഈ ഡബ്ബകളിൽ വരുന്ന മെഡിസിൻ ഡബ്ബ കാലിയാവുമ്പം, അന്നൊക്കെ ആ ഡബ്ബയ്ക്ക് എന്തോ വാല്യൂ ആയിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബ. പിന്നെ കൂടുതൽ എഴുതി കൊടുക്കുന്നവർക്ക് അങ്ങനെ തരുമായിരുന്നു സിസ്റ്റർ. ഞാനത് ഈ കഴിഞ്ഞ ദിവസം ഇരുന്ന് ഓർത്തിട്ട് എനിക്ക് അങ്ങ് ചിരിയും വരുമായിരുന്നു. എന്തൊക്കെയാണ് അന്ന് ഇങ്ങനെ എഴുതി കൊടുക്കുന്നതിന് ഡബ്ബ തരും, ഒരു ഡബ്ബയ്ക്കും വേണ്ടി മെനക്കെട്ടിരുന്ന് എഴുതുക. നൈറ്റൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് അവിടുത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചിലപ്പം രാവിലെ തൊട്ട് മീൻസ് ഒരു ഡേ 24 hours ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ, ഇന്ന് മോർണിംഗിന് പോവുകയാണെങ്കിൽ നാളെ മോർണിംഗിനെ വീട്ടിൽ വരത്തുള്ളൂ. ആ ദിവസം നമുക്ക് പോകണ്ട, അങ്ങനെയായിരുന്നു. അപ്പം നൈറ്റിനൊക്കെ നമുക്ക് ഉറക്കമൊക്കെ വരുവാണെങ്കിലേ നമ്മൾ ഒന്ന് കൂട്ടുകാരൊക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ ഇത് എഴുതും. നൈറ്റിൽ എപ്പോഴും പേഷ്യൻ്റ് വരത്തില്ലല്ലേ, ഇങ്ങനെ എഴുതി കൊടുക്കുമായിരുന്നു. എനിക്കത് ഇപ്പം അതാ ഓർമ്മ വന്നത്. എന്നോട് കഴിഞ്ഞ ദിവസം ജെനിഫറും ഒക്കെ പറഞ്ഞു, ചേച്ചി പഴയ സ്റ്റോറികളൊക്കെ ഒന്ന് പറയാം. ചിലപ്പോൾ ആൻറ്റി എന്ന് വിളിക്കും, ചിലപ്പോൾ ചേച്ചി എന്ന് വിളിക്കും. സ്റ്റോറികൾ പറയണേന്ന് പറഞ്ഞു. എനിക്കൊന്ന് ജോയലും പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോറി പറയാമേ. അങ്ങനെ ഞങ്ങളുടെ ഇൻചാർജ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഒരു ഡബ്ബയ്ക്ക് വേണ്ടി ഓടുമായിരുന്നു, മത്സരിച്ച് കവറേഡ് വെക്കുമായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങ് പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോഴേ എന്തൊക്കെയായിരുന്നു നമ്മൾ ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഡബ്ബകളൊക്കെ എടുത്ത് അങ്ങനെയുള്ള ഡബ്ബകൾ ഉപയോഗിക്കരുതെന്ന് പറയും. അന്നത്തെ ഒരു ഡബ്ബയ്ക്ക് വേണ്ടി ഓടിയ ഓട്ടമേ, മെനക്കെട്ടിരുന്ന് കവർ എഴുതുമായിരുന്നു. പക്ഷേ എഴുതുന്നവർക്കെല്ലാം കൊടുക്കത്തില്ലായിരുന്നു, കാരണം എഴുതുന്ന എല്ലാവർക്കും കൊടുക്കണ്ടേ. അതുകൊണ്ട് ഓരോരുത്തർക്ക് ടൈമായിട്ട് കൊടുക്കുമായിരുന്നു ഡബ്ബ.
അപ്പോൾ ഇതാണ് ഞങ്ങൾ വന്ന റൂട്ട്. കണ്ടാൽ അറിഞ്ഞൂടെ, നമ്മുടെ നാട് പോലെ മരങ്ങളും ഒരു കാട് പോലെ, ഒരു ചെറിയൊരു കാടാണിത്. ഇവിടം കാണുമ്പം എനിക്കൊരു കാര്യം ഓർമ്മ വരും. അല്ലേലും ഓർക്കും, പക്ഷേ ഇവിടം കാണുന്നുണ്ടേ കുറേയും കൂടെ കൂടുതൽ ഓർമ്മ വരും. അതെന്തുവാണെന്ന് ഞാൻ പറയുന്നുണ്ടേ. ഈ സ്ഥലം ഉണ്ടല്ലേ, ഈ നാട് പോലെ, അത് കാണുമ്പോൾ ഞാൻ അന്നേരം മാത്രമല്ല, അന്നേരം നമ്മൾ കൂടുതൽ ഓർക്കും. എൻ്റെ കല്യാണ സമയത്തെ പിന്നെ ഞങ്ങൾ വന്ന റൂട്ടാണ് ഇത്. ഇതെന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് റൂട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഈ നല്ല നാട് പോലെ അവിടെ മൊത്തം ഈ മരങ്ങളും അത്. അപ്പം ഞങ്ങളന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഉബേർ പിടിച്ച ഉടനെ ഈ ഞങ്ങൾ എന്നും പ്രയർ കഴിഞ്ഞ് വരുന്ന റൂട്ടല്ല, വേറെ റൂട്ട് എടുത്ത്. അപ്പം റീച്ചാൻ പറഞ്ഞു ഇതല്ല റൂട്ട്, ഈ പോകുന്നത് പിന്നെ ലോങ്ങാണ്, ഞങ്ങളെന്നും പോകുന്ന ഇതുവഴി. അന്നേരം ആ പറഞ്ഞ് അവിടെ ട്രാഫിക്കാന്ന് കാണിക്കുന്നത്, ഇതുവഴി ഒരിത്തിരി പ്രായം കുറഞ്ഞ കൊച്ചനായിരുന്നു. എന്നിട്ട് ഇച്ചിരി സ്ഥലം വന്നപ്പോഴും റീച്ചാൻ പറഞ്ഞ് ഇങ്ങനെ ലോങ് പോകുന്നുണ്ടേ നമ്മൾ ഓല പിടിക്കുന്ന ഉടനെ അതിൻ്റെ അകത്തൊരു റേറ്റ്, നമ്മൾ ആ റേറ്റ് വരുമല്ലേ. റീച്ചാൻ പറഞ്ഞ് ഈ റേറ്റ് അല്ലാതെ ഇനി എക്സ്ട്രാ, ഇനിയിപ്പോൾ ഈ ലോങ് റൂട്ടാകുമ്പം എക്സ്ട്രാ ആണെങ്കിൽ ഞങ്ങൾ തരത്തില്ലെന്ന് പറഞ്ഞു. ആ കൊച്ചൻ പറഞ്ഞ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഡാഡി എന്ന് പറഞ്ഞു വേണ്ട, ഞങ്ങൾ പോകുന്ന റൂട്ട് തന്നെ മതി, എന്നും ഞങ്ങൾ പോകുന്ന ഏരിയായി. അന്നേരം പിന്നെ ആ കൊച്ചൻ അന്നേരം പോകുമ്പോൾ പുറകിരുന്ന് പറഞ്ഞു അപ്പച്ചാ അങ്കിളിനെ അറിയാമല്ലേ, അപ്പച്ചൻ മിണ്ടാതിരുന്നു പറഞ്ഞു. എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് കയറിണ്. ആ കൊച്ചനും ഏത് റൂട്ടാണ് പോകുന്നതെന്ന് നമുക്ക് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് വന്നിട്ട് ഈ സ്ഥലം കണ്ടിട്ട് അപ്പോൾ ഇത് ആരെ കോളനി ഇല്ലേ. അപ്പം എനിക്ക് അന്നേരം അത് ഓർമ്മ വന്നു. അന്നേരം എനിക്കാണെങ്കിൽ അങ്ങ് എനിക്ക് വണ്ടിയിലിരിക്കുന്നതേ അങ്ങനെ, കാറിൽ ഇരിക്കുന്നത് അങ്ങ് ഇഷ്ടമല്ല, വല്ലാത്ത ഒരു ഇതായിരിക്കും. എനിക്കങ്ങ് മാണ്ടിങ്ങനെ ഇരിക്കും. അന്നേരം പ്രൈസ് പറയാം മമ്മി എന്ത് നല്ല സ്ഥലം, മമ്മി വീഡിയോ എടുക്കും, മമ്മി വീഡിയോ എടുക്കും. അങ്ങനെ ഞാനൊരു ഇച്ചിരി ഒന്ന് വീഡിയോ എടുത്തതാണ്. നല്ല സ്ഥലം. അവിടെ ഇച്ചിരി എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടേ കുറേ ഫ്രൂട്ട്സുകൾ വെച്ചേക്കുന്നു. പക്ഷേ വണ്ടി ഇങ്ങ് വന്നു പോയി. അത് നമ്മുടെ നാട്ടിലത്തെ കൂട്ടുള്ള ഓമയ്ക്കയും കുഞ്ഞു പഴങ്ങളും അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങ് വിട്ട് കഴിഞ്ഞാൽ പറയോ പഴങ്ങൾ ഇരിക്കുന്നതായിരുന്നു, വാങ്ങിച്ചായിരുന്നേ കൊള്ളായിരുന്നു എന്ന്. പിന്നെ മഴയും ഉണ്ടായിരുന്നു ആ സമയം. ആ 2 ദിവസം വല്ലാത്ത മഴയുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് അപ്പം ഞങ്ങളുടെ കല്യാണ റൂട്ടിൽ കൂടെ അവിടെ ഒത്തിരി പശുക്കളൊക്കെ ഉണ്ട്. പിന്നെ ഈ പുല്ലുണ്ടല്ലേ, ഈ കണ്ടത്തിലൊക്കെ പുല്ലൊക്കെ ഉള്ള സ്ഥലമാണ്. ഓരോരുത്തർ പറിച്ചുകൊണ്ട് പുല്ല് കട്ട് ചെയ്തുകൊണ്ട് പോകും. അവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ ഫാം പോലെ കുറേ എരുമകളും പശുക്കളൊക്കെ അങ്ങനെയുള്ള ഇതിന് കട്ട് ചെയ്തുകൊണ്ട് പോകുക, പറിച്ചുകൊണ്ട് പോവുക. ഓക്കെ, ചിലർക്ക് ഞാൻ ഈ പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. പറയും ഇച്ചിരി സംസാരം കൂടുതലാണ്. ചിലർ പറയും ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഇടന്ന് പറയണേന്ന്. അതുകൊണ്ട് ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്തോ, ഇഷ്ടമുള്ളവർ കേൾക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.